നമ്മൾ ഈ ക്രിഞ്ചാണെന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത് ചെയ്താൽ എന്താ സംഭവിക്കാന്ന് അറിയോ? പണ്ട് 2019 കൊറോണ വന്ന ടൈമില് ഹേ ഗൈസ് എന്ന് പറഞ്ഞ് ക്യാമറ എടുത്തിറങ്ങിയ എല്ലാവരും ഇന്ന് ഏത് പൊസിഷനിലുള്ളതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കിന്ന് അവരോടൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു. നമുക്കല്ലെങ്കിലും കാണുന്ന എല്ലാത്തിനോടും ഭയങ്കര പുച്ഛമായിരുന്നു. ഇവർക്കൊന്നും വേറെ പണിയില്ല, ഇവരൊക്കെ എന്തിനാ ഈ പറഞ്ഞ പരിപാടിക്കൊക്കെ നടക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് മൈക്ക് പിടിച്ചിറങ്ങിയ എല്ലാവരും ഇന്നിപ്പോ ഏത് പൊസിഷനിലുള്ളതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇന്ന് മലയാള സിനിമയിൽ പുതുമുഖങ്ങളായിട്ട് കയറി വന്നിട്ട് നല്ല സ്പേസ് ഉണ്ടാക്കി എല്ലാവരും ഇതേ കാണുന്ന റീലിൽ നിന്ന് കയറി വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ലാസ്റ്റ് റിലീസ് ആയിട്ടുള്ള വാഴ 2 തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് സോഷ്യൽ മീഡിയ റീൽസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എത്രയോ പിള്ളേരാണ് നിലവിൽ ഇപ്പൊ മലയാള സിനിമയുടെ തന്നെ റെക്കോർഡ് ബ്രേക്കിംഗിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ. നമ്മൾ വെറുതെ ക്രിഞ്ചാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സോ ക്യാമറേനെ പേടിച്ചിട്ട് വെറുതെ മനസ്സ് മടിപ്പിച്ച് 9 to 5 ജോലി ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേഷൻ അറിയാവുന്ന പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്. പോയി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യും.